ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർസ് 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിട്രോൺ എന്ന ഫ്രഞ്ച് കമ്പനിയുടെ ഇന്ത്യയിൽ ഇറക്കിയതിൽ ഏറ്റവും പുതിയ ഇറക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടുള്ള ബസാൾട്ടുമായിട്ടാണ്. 4 മീറ്ററിൽ കൂടുതലാണ് ഇതിൻ്റെ നീളം. ഒരു കൂപ്പേ ലുക്കിലാണ് ബസാൾട്ടിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കാണാൻ സിട്രോണിൻ്റെ മറ്റ് പല വണ്ടികളുമായി സാദൃശ്യം പൊരുത്തുന്നതാണ് പല ഭാഗങ്ങളും. വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ബസാൾട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാർസ് 360 എന്ന ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഓളാക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. എഞ്ചിനിലേക്ക് വരുമ്പോൾ 2 തരം എഞ്ചിനുകളാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഒന്ന് 1200 cc പെട്രോൾ എഞ്ചിനാണ്. അതിന് 80 bhp പവറും 115 ടോർക്കുമാണുള്ളത്. രണ്ടാമത്തേത് 1200 cc ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇതിന് 80 bhp പവറും 190 Nm ടോർക്കുമാണുള്ളത്. ഇതിന് 9.95 സെക്കൻഡ് മാത്രം മതി 0 to 100 വേഗം കൈവരിക്കാൻ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രണ്ട് തന്നെയാണ് ബസാൾട്ടിൻ്റേത്. LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റും അതിന് മുകളിലായി LED DRL നൽകിയിട്ടുണ്ട്. താഴെയായി LED ഫോഗ് ലൈറ്റും ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ വളരെ ഭംഗിയുള്ള ഗ്രില്ലും കാണാം. അതിൻ്റെ മുകളിലായി സിട്രോണിൻ്റെ ലോഗോയും നല്ല ഭംഗിയിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സൈഡിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന ഇതിൻ്റെ വലിയ 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് തന്നെയാണ്. ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസ് ആണ് ഇതിനുള്ളത്. പിന്നെ ബ്ലാക്ക് മിറേഴ്സ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. റിയർ ടൈലൈറ്റിൻ്റെ പകുതി ഭാഗവും സൈഡിൽ കാണുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതും വേറിട്ട ഷേപ്പിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടും വളരെ വൃത്തിയുള്ളൊരു സൈഡ് ഭാഗം തന്നെയാണ് സിട്രോണിൻ്റെ ബസാൾട്ടിന് നൽകിയിട്ടുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ വലിയ ബമ്പറും അതിന് നടുവിലായിട്ടാണ് നമ്പർ പ്ലേറ്റും ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ബൂട്ട് ഡോറിലാണ് സിട്രോണിൻ്റെ ലോഗോയും അതിൻ്റെ ബാഡ്ജിങ്ങും ഒക്കെ നൽകിയിട്ടുള്ളത്. പിന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റും കാണാം. പിന്നെ റിയർ ഡീഫോഗർ മാത്രമാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഒരു സെഡാൻ ആയതുകൊണ്ട് തന്നെ വൈപ്പർ ഇതിന് അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് സിട്രോൺ ബസാൾട്ടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സിട്രോണിൻ്റെ പല വണ്ടികളിലും കണ്ടുവരുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും മറ്റും ക്രമീകരിച്ചിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് ഗ്രേ നിറത്തിലാണ് ഇൻറ്റീരിയറിൻ്റെ നിറം നൽകിയിട്ടുള്ളത്. സിട്രോണിൻ്റെ ലോഗോ അടങ്ങിയ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് നൽകിയിട്ടുണ്ട്. അതിന് പിന്നിലായി ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും കാണാം. ഡാഷ്ബോർഡിൻ്റെ ഒറ്റ നടുവിലായി ഡാഷ്ബോർഡിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന തരത്തിലാണ് 10.23 ഇഞ്ചിൻ്റെ വലിയ ടച്ച് സ്ക്രീൻ നൽകിയിട്ടുള്ളത്. താഴെയായി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നൽകിയിട്ടുണ്ട്. പിന്നെ സിട്രോൺ C3 കണ്ടുവന്നിട്ടുള്ള അതേ AC വെൻ്റ് തന്നെയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ 3 പേർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന അത്ര വലിയ സീറ്റ് തന്നെയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. നല്ല ഹെഡ് റൂമും ലെഗ് സ്പേസും ഇതിന് ഉണ്ട് എന്ന് വേണം പറയാൻ. അതിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഒരു ഹാൻഡ് റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡറും പിന്നെ റിയർ AC വെൻ്റും നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബസാൾട്ട് ഒരു സെഡാനായിട്ടും റിയർ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ 60-40 സ്പ്ലിറ്റ് അല്ല ഇതിന് വന്നിട്ടുള്ളത്. പകരം ഫുൾ ഫോൾഡിംഗ് ആണ് ഉള്ളത്. പിന്നെ 470 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ബസാൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ മികച്ചൊരു സെഡാൻ തന്നെയാണിത്. വലിയ ക്യാബിനുള്ളത് കൊണ്ട് തന്നെ സ്പേസിന് ഒട്ടും കുറവില്ല എന്ന് വേണം പറയാൻ. 7.99 ലക്ഷം മുതൽ 13.83 ലക്ഷം വരെയാണ് എക്സ്ഷോറൂം വില ഇതിന് വരുന്നത്. ഒരു ഫാമിലിക്കൊക്കെ പറ്റിയ വണ്ടി തന്നെയാണിത്. 5 പേർക്ക് വരെ സുഖമായിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന അത്ര വലിയ സീറ്റുകൾ തന്നെയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.